ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഹിരോഷിമ നാഗസാക്കി ബോംബ് സ്ഫോടനത്തിന്റെ ഓർമ്മദിനത്തിൽ ഹിരോഷിമ അത്ഭുതമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന മഹാ അത്ഭുതത്തെ അനുസ്മരിച്ച് ആഗോളസഭ 2.5 ലക്ഷത്തോളം പേരുടെ മരണത്തിനിടയാക്കിയ അണുബോംബ് സ്ഫോടനത്തെ ജപമാല ശക്തിയാൽ അതിശയകരമായി അതിജീവിച്ച 4 ജെസ്യൂട്ട് വൈദികരുടെ അനുഭവങ്ങൾ മാധ്യമങ്ങളിൽ ഇടം നേടിയത് വിസ്മയ വാർത്തയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കൊടും ഭീതിക്ക് ആക്കം വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു 1945 ആഗസ്റ്റ് 6-ന് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് തീരാ നൊമ്പരത്തിന്റെയും വൻ നാശത്തിന്റെയും അസംഖ്യം മരണത്തിന്റെയും കരിനിഴൽ വിരിച്ച് ഹിരോഷിമയെ രക്തക്കളമാക്കി മാറ്റിയത്. ക്ഷണം നേരം കൊണ്ട് നാമാവശേഷമായ കൂറ്റൻ കെട്ടിടങ്ങളും പൊടിപടലങ്ങളും രക്തഗന്ധവും കൊണ്ട് മരുഭൂമിയായി മാറിയ ഒരു വലിയ ചുറ്റളവിൽ തകർക്കപ്പെടാതെ നിലനിന്ന ഒരു വൈദിക ആശ്രമം പിന്നീട് വാർത്തകളിൽ ഇടം നേടുകയായിരുന്നു. ആശ്രമത്തിന്റെ ചില്ലുകൾ തകർക്കപ്പെട്ടതിൽ നിന്നുണ്ടായ മുറിവുകൾ ഒഴിച്ചാൽ റേഡിയേഷന്റെ എല്ലാവിധ പരിണതഫലങ്ങളിൽ നിന്നും അവിടെയുള്ള വൈദികർ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുകയായിരുന്നു. 2,46,000 പേരുടെ മരണത്തിനിടയാക്കിയ അണുബോംബ് സ്ഫോടനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് സ്ഫോടനത്തിന്റെ വെറും 8 ബ്ലോക്ക് ദൂരത്തിൽ താമസിച്ചിരുന്ന ഈ വൈദികർക്ക് സംരക്ഷണം ലഭിച്ചത് എങ്ങനെയെന്നുള്ള അഭിമുഖ ചോദ്യങ്ങൾക്ക് അവരുടെ ഏകഖണ്ഡേനയുള്ള മറുപടി തങ്ങൾ ഫാത്തിമയിലെ മരിയൻ പ്രത്യക്ഷീകരണ സന്ദേശമനുസരിച്ച് ജപമാല ചൊല്ലി അനുദിനം ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നതായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലായി വിവിധ ഡോക്ടർമാർ 200ഓളം പ്രാവശ്യം അവരെ പരിശോധനകൾക്ക് വിധേയരാക്കിയെങ്കിലും അവരുടെ ശരീരത്തിൽ റേഡിയേഷന്റെ ഒരംശം പോലും കണ്ടെത്താനായില്ല. ഭാവിയിൽ അവർക്ക് രോഗങ്ങളും അകാല മരണവും ഉണ്ടായേക്കാമെന്ന വിധികളെ തിരുത്തിക്കൊണ്ട് 31 വർഷങ്ങൾക്കുശേഷം ഫിലഡൽഫിയയിലെ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ വച്ച് ദുരിതത്തെ അതിജീവിച്ചവരിലൊരാളായ ഫാദർ ഹ്യൂബർട്ട് ഷിഫർ തങ്ങൾ എല്ലാവരും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നുവെന്നും തങ്ങൾക്ക് പരിശുദ്ധ മറിയത്തിലൂടെ ലഭിച്ച സംരക്ഷണമായിരുന്നു ഹിരോഷിമ അത്ഭുതമെന്നും സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ലക്ഷക്കണക്കിന് മനുഷ്യരെ ക്ഷണം നേരം കൊണ്ട് നശിപ്പിക്കുന്ന അണുബോംബിന്റെ ശക്തിയെ നിർവീര്യമാക്കുന്ന ആയുധമായി ജപമാല പ്രാർത്ഥനയുടെ ശക്തി ജനലക്ഷങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച സംഭവമായി ചരിത്രം കുറിക്കുകയായിരുന്നു ഹിരോഷിമ അത്ഭുതം. ചർച്ച് ഡെസ്ക്, ഷെക്കിന ന്യൂസ്.